ആകാശവാണി നേർവഴി. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച് സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന സംസാരിക്കുന്നു. കേരളം സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന് ശേഷം നിരക്ഷരതാ നിർമ്മാർജ്ജനം എന്ന സങ്കല്പനം തന്നെ പുതിയ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിവിധ സാമൂഹ്യ സാക്ഷരതാ പദ്ധതികൾ, സാംസ്കാരിക സാക്ഷരതയുടെ അടരുകളിലേക്കുള്ള പ്രവേശം, സാമ്പത്തിക സാക്ഷരതയിലേക്കുള്ള കടന്നു പോക്ക് തുടങ്ങി നിരവധി സാക്ഷരതാ പരിപാടികൾ ഇപ്പോൾ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി 14 ജില്ലകളിലും നടപ്പിലാക്കി വരുന്നുണ്ട്. അത്തരത്തിൽ സാമൂഹ്യ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാന കർമ്മ പദ്ധതികളിലൊന്നാണ് ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി. കാഴ്ച വെല്ലുവിളി നേരിടുന്ന പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളുടെ ജീവിതക്രമം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ വിദ്യാഭ്യാസ അവസരം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ സാമൂഹ്യമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിനുമായിട്ടാണ് ദീപ്തി പദ്ധതി നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. തീർച്ചയായും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഇത്തരം ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളെ, കാഴ്ചപരിമിതി ഉള്ള കുഞ്ഞുങ്ങളെ സ്കൂളുകളിലേക്ക് എത്തിക്കാനും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ധാരാളമായ ഇടപെടലുകൾ നടന്നു വരുന്നുണ്ട്. ഏറ്റവും ആരോഗ്യകരമായ രീതിയിൽ കുഞ്ഞുങ്ങൾ പഠന പ്രക്രിയയിൽ ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ഇപ്പോഴും നിരക്ഷരതയുടെ തുരുത്തുകൾ കേരളത്തിൽ ചിലയിടങ്ങളെങ്കിലും അവശേഷിക്കുന്നത് പോലെ തന്നെ കാഴ്ചപരിമിതി നേരിടുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ചിലർക്കെങ്കിലും ബ്രെയിലി സാക്ഷരതയോ തുടർ വിദ്യാഭ്യാസമോ കിട്ടിയിട്ടില്ലാത്ത സാഹചര്യവും ഉണ്ട് എന്ന ബോധ്യത്തിലാണ് ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി ആവിഷ്കരിക്കുകയും കേരളം സമ്പൂർണ്ണ ബ്രെയിലി സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപനത്തിലേക്ക് പോകണം എന്ന ലക്ഷ്യത്തോടുകൂടി ഈ പരിപാടിക്ക് രൂപരേഖ തയ്യാറാക്കി പദ്ധതി ഇപ്പോൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. തീർച്ചയായും സാമൂഹ്യ സാക്ഷരതയുടെ രംഗത്ത് നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള ചില ആളുകളെങ്കിലും വളരെ ചുരുക്കം ആളുകളിലേക്കെങ്കിലും അത്തരം വെളിച്ചം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. 40% കാഴ്ച പരിമിതി ഉള്ളവരെയാണ് ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി നമ്മൾ പഠന പ്രക്രിയയിലേക്ക് നയിക്കുന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ കാഴ്ച പരിമിതി ഉള്ളവരെ കണ്ടെത്തുന്നതിനായിട്ട് അംഗനവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സർവേ ആയിരുന്നു ആദ്യം തന്നെ ഞങ്ങൾ വിഭാവന ചെയ്തത്. ആ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 2000-ലധികം കാഴ്ചപരിമിതി ഉള്ള സുഹൃത്തുക്കളെ കണ്ടെത്തുകയും 1330 പേരാണ് ആദ്യഘട്ടത്തിൽ പഠനത്തിന് തയ്യാറായിട്ടുള്ളത്. 14 ജില്ലകളിൽ നിന്ന് 2634 പേരെ സർവേയുടെ ഒന്നാം ഘട്ടത്തിൽ കണ്ടെത്തുകയും 2023 നവംബർ 14 മുതൽ നമ്മൾ സർവേ ആരംഭിക്കുകയും അങ്ങനെ ആളുകളെ കണ്ടെത്തുകയും 1330 പേർ പഠിക്കുന്നതിന് താല്പര്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ദീപ്തി പദ്ധതി ഇപ്പോൾ നടത്തിക്കൊണ്ടു പോകുന്നത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ ടീച്ചേഴ്സ് ഫോറവുമായി സഹകരിച്ചുകൊണ്ടാണ്. തീർച്ചയായും ഈ രംഗത്ത് പരിണതപ്രജ്ഞരായിട്ടുള്ള പഠന പ്രക്രിയ അടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള അധ്യാപകരുടെ ഒരു വലിയ ഗ്രൂപ്പ് ആ കൂട്ടത്തിലുണ്ട്. ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ ഈ സർവേക്ക് ശേഷം നമ്മുടെ പഠന കേന്ദ്രങ്ങൾ രൂപീകരിക്കാനുള്ള പരിശ്രമത്തിലാണിപ്പോൾ. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തല സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ട് പദ്ധതി മുന്നോട്ട് പോകും. 160 മണിക്കൂറുള്ള ബ്രെയിൽ സാക്ഷരതാ ക്ലാസിന്റെ സമയക്രമം ഇതിനകം ക്രമീകരിച്ചിട്ടുണ്ട്. ബ്രെയിൽ ലിപിയിൽ പ്രാവീണ്യമുള്ളവരെ ഓരോ പഠന കേന്ദ്രത്തിലും ഇൻസ്ട്രക്ടർമാരായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് ഓണറേറിയം നൽകിക്കൊണ്ടായിരിക്കും പഠന പരിപാടി മുന്നോട്ട് പോവുക. അതിന് തുടക്കമെന്ന നിലയിൽ 2023 ജൂലൈ 26 സംസ്ഥാന സാക്ഷരതാ മിഷന്റെ ഓഫീസിൽ പ്രാരംഭ പ്രവർത്തന ശില്പശാല ചേരുകയുണ്ടായി. ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ പ്രതിനിധികളും സാക്ഷരതാ മിഷന്റെ ജില്ലാ കോർഡിനേറ്റർമാരും ചേർന്നുകൊണ്ട് ഒരു രൂപരേഖ ശില്പശാലയിൽ രൂപപ്പെടുത്തുകയും ബ്രെയിൽ ലിപിയിലേക്ക് കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതിനകം രൂപീകരിച്ചിട്ടുള്ള സാക്ഷരതാ പാഠപുസ്തകം അഡാപ്റ്റ് ചെയ്യുന്നതിന് തീരുമാനിക്കുകയും ആ ശില്പശാലയിൽ രൂപപ്പെട്ട ആശയങ്ങൾ പിന്നീട് 2023 ഒക്ടോബർ 1-2 തീയതികളിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച അടുത്ത സിമ്പോസിയത്തിൽ വെച്ചിട്ടാണ് ഇതിന്റെ അഡാപ്റ്റേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ അധ്യാപക ഫോറമാണ് നമുക്ക് ബ്രെയിലി സാക്ഷരതാ പാഠാവലി ഇപ്പോൾ തയ്യാറാക്കി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും ശക്തമായ ഏജൻസി ആയിട്ടുള്ള SCERT ആണ് ഞങ്ങളുടെ ഈ ബ്രെയിലി സാക്ഷരതാ പാഠാവലി പരിശോധിച്ച് അംഗീകരിച്ച് നമുക്ക് അച്ചടിക്ക് അനുവാദം തന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ
സാക്ഷരതാ പാഠപുസ്തകം ബ്രെയിൽ ലിപിയിലേക്ക് മാറ്റുകയും ഓഡിയോ മെറ്റീരിയൽ തയ്യാറാക്കുകയും ചെയ്തു കഴിഞ്ഞു. ബ്രെയിൽ സാക്ഷരതാ പാഠപുസ്തകത്തിന്റെയും വർക്ക്ഷീറ്റിന്റെയും അച്ചടി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. 2023 ഒക്ടോബർ 12 പരിശീലന മൊഡ്യൂൾ പൂർത്തിയായിട്ടുണ്ട്. ഇൻസ്ട്രക്ടർ പരിശീലനം കേരളത്തിലെ 3 കേന്ദ്രങ്ങളിലായിട്ട് എറണാകുളം, തൃശൂർ, കോട്ടയം, പാലക്കാട്, ഇടുക്കി ജില്ലകളിലെ ഇൻസ്ട്രക്ടർമാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ മെയ് 21, 22 തീയതികളിൽ എറണാകുളം ശിക്ഷാസദനിലും, കണ്ണൂർ നടന്ന മെയ് 22, 23 തീയതികളിലെ കണ്ണൂർ ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചിട്ട് കണ്ണൂർ മേഖലയുടെ ഇൻസ്ട്രക്ടർ പരിശീലനവും പൂർത്തിയായി. തിരുവനന്തപുരത്ത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൽ വെച്ചിട്ട് മെയ് 28, 29 തീയതികളിൽ തിരുവനന്തപുരം മേഖലയുടെ പരിശീലനവും പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ ആകെ നമുക്ക് 19 ഇൻസ്ട്രക്ടർമാരെയാണ് കേരളത്തിൽ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇലക്ഷന്റെ നിബന്ധന കഴിയുന്നതോടുകൂടി അധ്യാപക നിയമനം മറ്റു ജില്ലകളിൽ കൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഈ പഠന സാമഗ്രികൾ കൂടി വിതരണം ചെയ്തുകൊണ്ട് വിപുലമായ തരത്തിൽ താഴ്ത്തട്ടിലേക്ക് പ്രവർത്തനം മുന്നോട്ട് പോകുന്നതാണ്. ബ്രെയിൽ ലിപി പഠനത്തിനാവശ്യമായ 27 ലൈൻ ബ്രെയിൽ സ്ലേറ്റ് വിത്ത് ഡെറാഡൂണിൽ നിന്ന് ഞങ്ങൾ അതിൻ്റെ ഉപകരണങ്ങൾ NIDPE, VD, അഡ്വാൻസ് എഞ്ചിനീയറിംഗ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതാണ്ട് 400-ലധികം പഠന സാമഗ്രികൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ വിതരണം ചെയ്യുന്നതാണ്. സംഘാടക സമിതി രൂപീകരണ യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. മൊത്തം ഈ 19, 27, 18 എന്ന കണക്ക് പ്രകാരം 3 മേഖലയിലായി മൊത്തം 69 ബ്രെയിൽ സാക്ഷരതാ ഇൻസ്ട്രക്ടർമാർക്ക് ഇതിനകം പരിശീലനം നൽകി കഴിഞ്ഞു. വരുന്ന ദിവസങ്ങളിൽ ഇവർ താഴ്ത്തട്ടിലേക്ക് പോവുകയും വീടകങ്ങളിൽ ഇതിനകം ബ്രെയിൽ സാക്ഷരത നേടിയെടുക്കാത്ത, വിദ്യാഭ്യാസം മുടങ്ങിപ്പോയ, ഒരുപക്ഷെ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്കേ കടക്കാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള കാഴ്ചപരിമിതിയുള്ള മലയാളി സുഹൃത്തുക്കൾക്ക് ഈ പ്രവർത്തനത്തിലേക്ക് വരിക മാത്രമല്ല, തുടർന്ന് ഏറ്റവും ആധുനികമായ ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി അടക്കമുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ അടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ അക്ഷരജ്ഞാനത്തിലേക്ക് നയിക്കുക മാത്രമല്ല, അവരുടെ ജീവിതത്തെ നിലവിലുള്ള പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയിലേക്കും ആ രീതിയിൽ മെച്ചപ്പെട്ട സാമൂഹ്യ അവസ്ഥയിലേക്കും അവരെ എത്തിക്കുന്നതിനുള്ള വലിയ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ രീതിയിൽ സമ്പൂർണ്ണ ബ്രെയിലി സാക്ഷരതാ സംസ്ഥാനമായി മാറുക മാത്രമല്ല, കാഴ്ചപരിമിതിയുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ജീവിത പ്രക്രിയയിലേക്ക്, പറ്റുമെങ്കിൽ ഒരു നൈപുണ്യ വികസനത്തിലേക്ക് കൂടി, നൈപുണ്യ സാധ്യതകളിലേക്ക് കൂടി, തൊഴിൽ സാധ്യതകളിലേക്ക് കൂടി അവരെ നയിക്കുന്ന ഒരു തുടർ പ്രക്രിയയ്ക്കാണ് സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇപ്പോൾ ലക്ഷ്യം കണ്ട് പ്രവർത്തിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശീലനത്തിൽ പങ്കെടുത്ത ഇൻസ്ട്രക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്, ബ്രെയിൽ പരിശീലനം തന്നെ ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊക്കെ അറിയുന്നതുപോലെ ആദരണീയനായ ബ്രെയിലി മുന്നോട്ട് വെച്ച മഹാ ആശയം, അത് ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തെമ്പാടും ആരംഭിച്ചത് നമുക്കൊക്കെ നന്നായി അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഇൻസ്ട്രക്ടർമാരിൽ പലരും തന്നെ ബ്രെയിൽ പഠനം ആദ്യഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ബ്രെയിൽ പഠനം തന്നെ ഏറ്റവും പുതിയ രീതിയിലും എളുപ്പമായി മാറി എന്നുള്ള നിർദ്ദേശം ഈ ഇൻസ്ട്രക്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും അത്തരം ഗുണഫലങ്ങൾ, ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളാൽ ബ്രെയിൽ സാക്ഷരത ലഭിക്കാതെ പോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ഏറ്റവും ആധുനികവും ഏറ്റവും എളുപ്പവും ഏറ്റവും സുതാര്യവുമായ പഠന സമ്പ്രദായത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളത് കൂടി ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനാവശ്യമായ ഉപകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 27 ലൈൻ ബ്രെയിൽ സ്ലേറ്റ്, അറ്റ്ലസും തുടങ്ങി മറ്റു ഉപകരണങ്ങളിലേക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഇൻസ്ട്രക്ടർമാരെ പരിശീലിക്കാൻ എത്തിയിട്ടുള്ള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിലെയും കേരളത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെയും അധ്യാപകരായിട്ടുള്ള കാഴ്ചപരിമിതിയുള്ള അധ്യാപക സുഹൃത്തുക്കൾ, കാരണം കൂടുതൽ അവർക്കാണ് ഇത് ഏറ്റവും ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തി ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് കൊണ്ട് കൊല്ലം ജില്ലയിൽ നിന്ന് വന്ന വിനോദ്, ഹക്കീം സാറ്, 2 അജയകുമാർ സാറന്മാർ, ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള വലിയൊരു സംഘമുണ്ട്. ഇവർ ഇത്തരം ഉപകരണങ്ങൾ, ഏറ്റവും പുതിയ ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഏറ്റവും ആധുനികമായ സഹായ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവരാണ്. അതുകൂടി നമ്മുടെ ഈ സുഹൃത്തുക്കൾക്ക്, വീടകങ്ങളിൽ സ്കൂളുകളിലേക്ക് എത്താൻ കഴിയാതെ പോയവർ, ബ്രെയിൽ സാക്ഷരത നേടാൻ കഴിയാതെ പോയവർ, തുടർ വിദ്യാഭ്യാസം സാധ്യമാകാതെ പോയവർ, അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിൽ തന്നെ, കാഴ്ചപരിമിതി കൊണ്ടുള്ള ഇരുട്ട് മാത്രമല്ല, അവരുടെ മനസ്സിലെ ഉള്ളിലെ ഇരുട്ടിൽ അകപ്പെട്ടുപോയ മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുമ്പോൾ ഏറ്റവും നല്ല വെളിച്ചം, ഏറ്റവും മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വെളിച്ചം എത്തിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ലക്ഷ്യമാണ്. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക സർക്കാരുകളുടെ സഹായത്തോടുകൂടി അത്തരം സുഹൃത്തുക്കൾക്ക് ഏറ്റവും ആധുനിക സങ്കേതം എത്തിച്ചു കൊടുക്കുകയും അവരുടെ വർത്തമാനകാല ജീവിതത്തെ കുറെ കൂടി ഫലപ്രദമായി ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ അത് നമ്മുടെ സാമൂഹ്യക്രമത്തിന് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ചാലകശക്തിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. അതിനുള്ള പരിശ്രമം കൂടിയാണ് ഇപ്പോൾ സാക്ഷരതാ മിഷൻ നടത്തി വരുന്നത്.
കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച് സാക്ഷരതാ മിഷൻ ഡയറക്ടർ AG ഒലീന സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജൂൺ 28-ന് രാവിലെ 10 മണിക്ക് ആകാശവാണി തിരുവനന്തപുരം നിലയം കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ച പരിമിതി ഉള്ളവർക്കായി വെളിച്ചത്തിന്റെ വെളിച്ചം എന്ന പേരിൽ ബോധവൽക്കരണ സെമിനാർ തിരുവനന്തപുരം ലോ കോളേജ് ജംഗ്ഷനിലുള്ള കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പഞ്ചാബ് കേശൻ, സാമൂഹിക നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് KT എന്നിവർ സെമിനാർ നയിക്കും. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേർവഴി